BBC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ്സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. കേരള കോൺഗ്രസിന് സർക്കാർ കരുതൽ. KM മാണി ഫൌണ്ടേഷന് 25 സെന്റ് സ്ഥലം അനുവദിച്ച് സർക്കാർ. മുൻ മന്ത്രി KM മാണിയുടെ സ്മരണ നിലനിർത്തുന്നതിനായുള്ള KM മാണി ഫൌണ്ടേഷന് നഗരത്തിൽ സ്ഥലം അനുവദിച്ചു. 25 സെന്റ് സ്ഥലമാണ് അനുവദിച്ചത്. തിരുവനന്തപുരം നഗരത്തിലെ പ്രധാന കേന്ദ്രമായ കവടിയാറിലാണ് ഭൂമി അനുവദിച്ചത്. മന്ത്രിസഭാ യോഗത്തിലാണ് പ്രഖ്യാപനം. മുന്നണി മാറ്റ ചർച്ചകൾക്കിടെയാണ് ഭൂമിദാനം. കോടിയേരി പഠന കേന്ദ്രത്തിനും ഭൂമി അനുവദിച്ചു. കോടിയേരി പഠന ഗവേഷണ കേന്ദ്രത്തിന് 1.139 ഏക്കർ ഭൂമി അനുവദിച്ചു. തലശ്ശേരി വാടിക്കകത്താണ് ഭൂമി അനുവദിച്ചത്. തിരുവനന്തപുരം വെള്ളയമ്പലത്തുള്ള വാട്ടർ അതോറിറ്റിയുടെ കൈവശമുള്ള 25 സെന്റ് ഭൂമിയാണ് ഫൌണ്ടേഷന് 30 വർഷത്തേക്ക് പാട്ടത്തിന് നൽകി തീരുമാനമെടുത്തത്. ഭൂമി മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കരുത്, ഉപപാട്ടത്തിനോ തറവാടകയ്ക്കോ നൽകുവാൻ പാടില്ല തുടങ്ങിയ ഉപാധികളോടെയാണ് ഫൌണ്ടേഷന് സർക്കാർ ഭൂമി കൈമാറിയിട്ടുള്ളത്. വ്യക്തിഹത്യ നടത്തി വീഡിയോ. ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കെതിരെ KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവിനും പരാതി. അതിജീവിത. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണച്ചും തന്നെ അധിക്ഷേപിച്ചും പരസ്യമായെത്തിയ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിലെ കോൺഗ്രസ് അംഗത്തിനെതിരെ പരാതിയുമായി അതിജീവിത. രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരായ 3ാമത്തെ ബലാത്സംഗ കേസിലെ അതിജീവിതയാണ് ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്ക് എതിരെ KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവിനും പരാതി നൽകിയത്. കഴിഞ്ഞ ദിവസമാണ് അതിജീവിതയെ അധിക്ഷേപിച്ച ഫേസ്ബുക്ക് വീഡിയോയുമായി പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിലെ കോൺഗ്രസ് അംഗം ശ്രീനാദേവി കുഞ്ഞമ്മ രംഗത്തെത്തിയത്. രാഹുൽ മാങ്കോട്ടത്തിൽ അതിജീവിതനാണ്. പ്രതിസന്ധിയെ നേരിടുവാൻ അതിജീവിതന് മനക്കരുത്തുണ്ടാകട്ടെ. രാഹുലിനെതിരെ മാധ്യമങ്ങളില്ലാ കഥകൾ മെനയുകയാണ്. സത്യത്തിനൊപ്പമാണ് നിലനിൽക്കുന്നത്. അത് അവൾക്കൊപ്പമാണോ അവനൊപ്പമാണോ എന്നത് നീതിന്യായ കോടതി തീരുമാനിക്കട്ടെ, ശ്രീനാദേവി കുഞ്ഞമ്മ പറഞ്ഞു. മകരവിളക്ക് ദർശനം കഴിഞ്ഞ് മടങ്ങുന്ന ഭക്തർക്കായി പമ്പയിൽ 1000 ബസ്സുകൾ. ക്രമീകരണം ആരംഭിച്ച് KSRTC. മകരവിളക്ക് ദർശനം കഴിഞ്ഞ് മടക്കയാത്രയ്ക്ക് ഭക്തർക്കായി പമ്പയിൽ 1000 ബസ്സുകൾ എത്തിക്കുന്ന ക്രമീകരണം ആരംഭിച്ചു. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ നിർദ്ദേശമനുസരിച്ചാണ് നടപടി. ചരിത്രത്തിൽ ആദ്യമായാണ് മടക്കയാത്രയ്ക്ക് KSRTC പമ്പയിൽ 1000 ബസ്സുകൾ ക്രമീകരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി പത്തനംതിട്ട ഇടത്താവളത്തിൽ കേരളത്തിലെ വിവിധ ഡിപ്പോകളിൽ നിന്നും എത്തിയ ബസ്സുകൾ നിരന്നു. ഇത് രാവിലെ മുതൽ കൃത്യമായ ഇടവേളകളിൽ നിലയ്ക്കൽ ഭാഗത്തേക്ക് വിട്ടുതുടങ്ങി. ലാപ്ടോപ്പ് എവിടെ? രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അടൂരിലെ വീട്ടിൽ SIT പരിശോധന. 3ാമത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ വീട്ടിൽ പരിശോധന നടത്തി SIT. ലാപ്ടോപ്പിന് വേണ്ടിയായിരുന്നു അടൂരിലെ വീട്ടിലെ പരിശോധന. 10 മിനിറ്റ് പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുമായി പോലീസ് ഇന്ന് തെളിവെടുപ്പ് നടത്തിയിരുന്നു. യുവതിയെ പീഡിപ്പിച്ച് തിരുവല്ലയിലെ ഹോട്ടലിൽ എത്തിച്ചായിരുന്നു തെളിവെടുപ്പ്. വിദേശത്തുള്ള അതിജീവിതയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുവാനുള്ള നീക്കം അന്വേഷണ സംഘം ആരംഭിച്ചു. പാസ്വേഡ് നൽകാത്തതിനാൽ രാഹുലിന്റെ ഫോൺ സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് തുറന്ന് പരിശോധിക്കുവാനാണ് തീരുമാനം. പിളർപ്പിനെ അതിജീവിക്കുവാൻ കഴിയില്ല. യു-ടേൺ അടിച്ച് ജോസ് കെ മാണി. കേരള കോൺഗ്രസ് LDFൽ തുടരും. കേരള കോൺഗ്രസ് LDF വിടുമോ? കുറച്ചു ദിവസങ്ങളായി ഉയർന്ന അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ടുകൊണ്ടാണ് ജോസ് കെ മാണിയുടെ വാർത്താ സമ്മേളനം. യേശുക്രിസ്തു പറയുന്നുണ്ട്, ജെറുസലേമിലെ സഹോദരന്മാരെ, നിങ്ങൾ എന്നെ ഓർത്ത് കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് വിലപിക്കൂ എന്ന ബൈബിൾ വാക്യങ്ങൾ ഉദ്ധരിച്ചായിരുന്നു ജോസ് കെ മാണിയുടെ വാർത്താ സമ്മേളനം ആരംഭിച്ചത്. കേരള കോൺഗ്രസ് LDFൽ തുടരും. കേരള കോൺഗ്രസ് എവിടെയാണോ അവിടെയായിരിക്കും അധികാരം. LDFൽ ഉറച്ചു നിൽക്കുമെന്നും രാഷ്ട്രീയ നിലപാടിൽ ഒരു മാറ്റം വരുത്തേണ്ട സാഹചര്യമൊന്നും നിലവിലില്ല എന്നുമായിരുന്നു പാർട്ടി ചെയർമാൻ കൂടിയായ ജോസ് കെ മാണിയുടെ വാക്കുകൾ. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മൈൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. വർഗവഞ്ചക പരാമർശം. CPIMൽ ചേർന്ന സരിനും ശോഭന ജോർജിനും ഈ പേര് ചേരുമോ? ആയിഷ പോറ്റി. കോൺഗ്രസിൽ ചേർന്ന താൻ വർഗവഞ്ചകയെന്ന CPIM വിമർശനത്തിന് മറുപടിയുമായി ആയിഷ പോറ്റി. കോൺഗ്രസിൽ നിന്നും CPIMലെത്തിയ P സരിനും ശോഭന ജോർജിനും ഈ പേര് തന്നെയാണോ നൽകുന്നതെന്ന് ആയിഷ പോറ്റി ചോദിച്ചു. താൻ തുടങ്ങിവെച്ച പദ്ധതികൾ പോലും KN ബാലഗോപാൽ പൂർത്തീകരിച്ചില്ലെന്ന് ആയിഷ പോറ്റി കുറ്റപ്പെടുത്തി. തിരക്ക് കൊണ്ടാകുമെന്നും പരിഹസിച്ചു. ഇത്രയും നന്നായി കുറെ കഠിനാധ്വാനം ചെയ്ത 3 തവണയും എന്നെ ഏൽപ്പിച്ച ജോലി ഭംഗിയായി പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ചെയ്തു തീർത്തു. ഇറങ്ങിക്കഴിയുമ്പോൾ എനിക്കൊരു സ്പേസുമില്ല എന്ന് പറയുമ്പോൾ എന്ത് ഭാഷയാണ് അതിൽ പറയേണ്ടത്? ആയിഷ പോറ്റി ചോദിച്ചു. റൂബൻ അമോറമിന്റെ പിൻഗാമിയായി മൈക്കൽ കാരിക്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് പുതിയ പരിശീലകൻ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലടക്കമുണ്ടായ തുടർച്ചയായ തിരിച്ചടികളെ തുടർന്ന് പുറത്തായ ഹെഡ് കോച്ചായിരുന്ന റൂബൻ അമോറമിന്റെ പിൻഗാമിയെ പ്രഖ്യാപിച്ച് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ഈ സീസൺ അവസാനിക്കുന്നതുവരെ
ക്ലബിന്റെ ഇടക്കാല മാനേജറായി ക്ലബിന്റെ മുൻ ക്യാപ്റ്റൻ കൂടിയായ മൈക്കൽ കാരിക്കിനെ നിയമിച്ചു. റൂബൻ അമോറമിന്റെ പുറത്താകലിന് പിന്നാലെ അവശേഷിക്കുന്ന 2 മത്സരങ്ങളുടെ ചുമതല മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അണ്ടർ-18 ടീമിന്റെ കോച്ചായ ഡാരൻ ഫ്ലെച്ചർ ഏറ്റെടുത്തിരുന്നു. എന്നാൽ സീസണിലെ ബാക്കിയുള്ള മത്സരങ്ങൾക്കായി ടീമിനെ സജ്ജമാക്കുന്നത് ഇനി മുതൽ കാരിക് ആയിരിക്കുമെന്നാണ് ക്ലബിന്റെ ഔദ്യോഗിക അറിയിപ്പ്. 2018 വിരമിച്ച കാരിക് റെഡ് ഡെവിൾസിന്റെ മുൻ പരിശീലകനായ ജോസ് മോറിഞ്ഞോ, ഒലെ ഗണ്ണാർ സോൾസ്ജെയർ എന്നിവരുടെ കീഴിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. സോൾസ്ജെയറിന് ശേഷം ക്ലബിന്റെ കെയർടേക്കർ മാനേജറായിരുന്നു കാരിക്. കാരിക്കിന്റെ നിയമനത്തോടെ ഡാരൻ ഫ്ലെച്ചർ വീണ്ടും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അണ്ടർ-18 ടീമിന്റെ പ്രധാന പരിശീലകനായി തിരിച്ചെത്തും. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.